ഹലോ ഫ്രണ്ട്സ്, കുറച്ച് പേരെങ്കിലും വിചാരിക്കേണ്ടാവില്ലേ ഞങ്ങൾ എവിടെ പോയെന്ന്. അപ്പം ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ഞങ്ങൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പം ഈ കരയണ പോലെ തന്നെ ആയിരുന്നു അവൻ ജനിച്ച മുതൽ കരയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അക്കുബേബി ഇങ്ങനെ കരയുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു അവന് ഗ്യാസ് പ്രോബ്ലം ആണെന്ന് കേട്ടോ. ഒരുപാട് ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു. അതിനൊരിക്കലും അവനൊരു പനി വന്നു കേട്ടോ. പനി വന്നതിന് ശേഷം നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞു പേടിക്കാമെന്നില്ല, വൈറൽ ഫീവർ ആവുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സമാധാനത്തിന് വേണ്ടി യൂറിനും ബ്ലഡും ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റപ്പാലം വെള്ളുവനാട്ടിലാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അവന് ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ യൂറിനിൽ. അപ്പോൾ ഇങ്ങനൊരു കുഞ്ഞു പ്രായത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നതെന്ന് അറിയാൻ വേണ്ടി MCU എന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ചെയ്തപ്പോഴാണ് ഇവന് ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. നമ്മൾ ഡെലിവറിയുടെ സമയത്തൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ യൂറിൻ ഡയറക്റ്റായിട്ട് കിഡ്നിക്ക് കയറി പോവുക കേട്ടോ. അങ്ങനെ നമ്മൾക്ക് DMC ചെയ്യാൻ പറയും. DMC ചെയ്തിട്ട് കിഡ്നിക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാം. കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പം തന്നെ സർജറി വേണമെന്ന് നമ്മൾ ഒരുപാട് ടെൻഷനായിട്ടോ ഗൈസ്. പക്ഷേ അവന് കിഡ്നിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പനിയും യൂറിൻ ഇൻഫെക്ഷനും വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ അഡ്മിറ്റ് ആക്കണം. അവൻ സാധാരണയിൽ കൂടുതൽ കരയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ നോക്കിയാൽ മതി എന്നാണ് നമ്മളടുത്ത് ഇപ്പോൾ പറഞ്ഞത്. 2 വയസ്സായതിന് ശേഷം മാത്രം സർജറി മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, കുട്ടികൾ പതിവിൽ കൂടുതൽ കരയുകയാണെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചത് കാരണമാണ് അൽബേബിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ.